മുസ്ലിം സമുദായത്തിനിടയിൽ ദശകങ്ങളായി നിലനിൽക്കുന്ന സുന്നി ഭിന്നത പരിഹരിക്കപ്പെടണമെന്ന ആഗ്രഹം വിശ്വാസികൾക്കിടയിൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നിർണായകമായ നിലപാടുകളുമായി പ്രമുഖ നേതാക്കൾ രംഗത്തുണ്ട്. സുന്നി ഐക്യം എന്നത് കേവലം ഒരു മുദ്രാവാക്യത്തിനപ്പുറം സമുദായത്തിന്റെ കെട്ടുറപ്പിന് അനിവാര്യമാണെന്ന ബോധം എല്ലാ കോണുകളിലും ഉയരുന്നുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകിയ സമീപകാല പ്രസ്താവനകൾ ഈ ഐക്യ ചർച്ചകൾക്ക് പുതിയ വേഗതയും ഗൗരവവും പകർന്നിരിക്കുകയാണ്. കേരളം മുസ്ലിം സമുദായത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ ചാലകശക്തിയായി നിലകൊള്ളുന്ന പാണക്കാട് കുടുംബം സുന്നി ഐക്യത്തിന്റെ കാര്യത്തിൽ എന്നും ശുഭപ്രതീക്ഷയിലാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടുത്തിടെ നടത്തിയ പ്രതികരണം ഈ ഐക്യ ശ്രമങ്ങൾക്ക് വലിയ പ്രവർത്തനമാണ്. സുന്നി ഐക്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ പാണക്കാട് കുടുംബം എന്നും മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. ചില കോണുകളിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങളെ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നേരിട്ടത്. ഐക്യ ചർച്ചകളിൽ നിന്ന് പാണക്കാട് കുടുംബത്തെയും തന്നെയും മാറ്റി നിർത്തുന്നുവെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയായി തങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമല്ലേ എന്ന വൈകാരികവും എന്നാൽ അർത്ഥവത്തായതുമായ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സമുദായത്തിന്റെ എല്ലാ നന്മകളോടൊപ്പവും പാണക്കാട് കുടുംബവും ഉണ്ടാകുമെന്നും തങ്ങളെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. സുന്നി വിഭാഗങ്ങൾക്കിടയിലുള്ള ഐക്യം രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കപ്പുറം സമുദായത്തിന്റെ ആന്തരികമായ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് പാണക്കാട് കുടുംബം വിശ്വസിക്കുന്നത്. സുന്നി ഐക്യ ചർച്ചകളിൽ ഏറ്റവും നിർണായകമായ ഘടകം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നിലപാടാണ്. കോട്ടക്കലിൽ നടന്ന AP വിഭാഗം സംസ്ഥയുടെ 100ാം വാർഷിക വിളംബര സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഐക്യത്തിനായുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ്. താൻ സുന്നി ഐക്യത്തിനെതിരല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് അണികളിൽ വലിയ ആവേശം സൃഷ്ടിക്കുകയും ചെയ്തു. എങ്കിലും ഐക്യ ചർച്ചകൾക്കിടയിലും ചരിത്രപരമായ വസ്തുതകൾ വിസ്മരിക്കപ്പെടരുത് എന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുന്നുണ്ട്. EK വിഭാഗം സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉന്നയിച്ച ഗർവാപസി എന്ന പ്രയോഗത്തിന് കാന്തപുരം നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. സമസ്തയിൽ നിന്ന് തങ്ങൾ പുറത്തുപോയതല്ലെന്നും അന്നത്തെ ചില സംഘടനാപരമായ തീരുമാനങ്ങളോടുള്ള വിയോജിപ്പ് കാരണമാണ് പുതിയ വഴി തേടിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ തലമുറയിലെ പലർക്കും സംഘടനയുടെ പഴയ ചരിത്രം കൃത്യമായി അറിയില്ല. കേവലം അംഗത്വം എടുത്ത് തിരിച്ചു വരിക എന്നതിനേക്കാൾ അന്തസ്സുറ്റ ഒരു ഐക്യമാണ് വേണ്ടതെന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രണ്ട് സമസ്ത വിഭാഗങ്ങളും തങ്ങളുടെ 100ാം വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. കാസർഗോഡ് കുണിയയിൽ നടന്ന EK വിഭാഗം സമസ്തയുടെ സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഐക്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. വിഘടിച്ചു നിൽക്കുന്നത് സമുദായത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്നു എന്ന ബോധ്യം ഇരു വിഭാഗം നേതാക്കൾക്കും ഉണ്ടെന്നത് ശുഭസൂചനയാണ്. സുന്നി വിഭാഗങ്ങൾക്കിടയിലെ ഭിന്നതകൾ പരിഹരിക്കപ്പെടുന്നത് താഴെത്തട്ടിലുള്ള മഹൽ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. പള്ളികളിലും മദ്രസകളിലും തർക്കങ്ങൾ ഇല്ലാതാകാനും മതവിദ്യാഭ്യാസത്തിലൂടെ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താനും ഐക്യം സഹായിക്കും. ഐക്യം എന്നത് വാക്കുകളിൽ എളുപ്പമാണെങ്കിലും പ്രായോഗികമായി നടപ്പിലാക്കുമ്പോൾ നിരവധി വെല്ലുവിളികൾ മുന്നിലുണ്ട്. ദശകങ്ങളായി നിലനിൽക്കുന്ന സ്വത്ത് തർക്കങ്ങൾ, സംഘടനാ സംവിധാനങ്ങൾ, കീഴ്ഘടകങ്ങളുടെ ലയനം എന്നിവ സങ്കീർണമായ വിഷയങ്ങളാണ്. എന്നാൽ സാദിഖ് അലി തങ്ങളെ പോലെയുള്ള ഒരു പൊതു സ്വാധീനമുള്ള നേതാവ് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാകുന്നത് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിച്ചേക്കാം. പാണക്കാട് കുടുംബത്തിന് ഇരു വിഭാഗം സുന്നികൾക്കിടയിലുമുള്ള സ്വീകാര്യത ഐക്യ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. സമുദായം നേരിടുന്ന പുതിയ വെല്ലുവിളികളെ നേരിടാൻ മാർഗങ്ങളില്ലെന്ന് ഭൂരിഭാഗം വിശ്വാസികളും കരുതുന്നുമുണ്ട്. കേരളത്തിലെ മുസ്ലിം എന്നത് സാമൂഹിക അന്തരീക്ഷത്തിൽ സുന്നി ഐക്യം കേവലം ഒരു സ്വപ്നമല്ല, മറിച്ച് അനിവാര്യമായ യാഥാർത്ഥ്യമാണ്. പാണക്കാട് തങ്ങൾ മുതൽ കാന്തപുരം വരെയുള്ളവർ ഐക്യത്തിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ അതൊരു പുതിയ കാലത്തിന്റെ തുടക്കമായി വേണം കരുതാൻ. വിട്ടുവീഴ്ചകൾക്കും സംവാദങ്ങൾക്കും തയ്യാറായാൽ സമുദായത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന വലിയൊരു മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കും. സുന്നി ഐക്യശ്രമങ്ങളിൽ പാണക്കാട് കുടുംബം വഹിക്കുന്ന പങ്കും നേതാക്കളുടെ വാക്കുകളിലെ ജാഗ്രതയും സൂചിപ്പിക്കുന്നത് വരും നാളുകളിൽ ഈ വിഷയത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഐക്യത്തിനായി കൈകോർക്കുന്ന നേതൃത്വത്തിന് വലിയൊരു ആത്മവിശ്വാസമാണിത്.